അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഈ ഭൂമി ഇവിടെ ദാനമായി ചെയ്ത മൊയ്തു ഹാജി അദ്ദേഹത്തിൻ്റെ ഈ ദാനം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇതിൽ നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പദ്ധതികളും എല്ലാ സ്ഥാപനങ്ങളൊക്കെ വളരെ വേഗത്തിൽ അതിൻ്റെ പണി പൂർത്തിയാക്കി നിർമ്മിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഞങ്ങൾ വാങ്ങിയതായ 3 ഏക്കർ സ്ഥലം അതിൻ്റെ രജിസ്ട്രേഷൻ വേഗം പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അത് സ്വീകരിക്കപ്പെടുന്ന നിലക്കാവണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിസ്ഥാനപരമായി നിശ്ചയിച്ച ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ എന്തും ഇങ്ങനെ പ്രകടമാക്കിയിട്ട് കാര്യമില്ലല്ലോ. അല്ലാമാലും സൂറും ഖായിമാണ്. അമലുകൾ ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും അത് കാണപ്പെടുന്ന ചില രൂപങ്ങൾ മാത്രമാണ്. ഇഖ്ലാസാണ് അതിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇഖ്ലാസോടുകൂടി നമ്മളൊരു സംഗതി ചെയ്തിട്ടില്ലെങ്കിൽ ആ സംഗതി സ്വീകരിക്കപ്പെടില്ല. നമ്മൾ നിസ്കരിച്ചു, നിസ്കാരം ഇഖ്ലാസോടുകൂടി അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടില്ല. എല്ലാ സാലിഹാത്താവുന്ന അമലുകളും ആ അമലുകളുടെ സ്വഭാവത. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളെ ഏത് നന്മകളും അത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണം. ഏത് നന്മകളും റസൂൽ പറഞ്ഞില്ലേ, ഹുബ്ബുൽ അൻസാർ മിനൽ ഈമാൻ, അൻസാറുകളോടുള്ള മഹബത്ത് അത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണം എന്നാണ്. അങ്ങനെ ഏത് നന്മകളാണെങ്കിലും അത് ഈമാനിൽ നിന്നാവണം ഉണ്ടായിത്തീരണം. എന്താ ഈമാനിൽ നിന്നുണ്ടായിത്തീരുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? അതായത് അടിസ്ഥാനപരമായി ഇതുപോലുള്ള സംരംഭങ്ങൾക്കും ഇതുപോലുള്ള പദ്ധതികൾക്കൊക്കെ നമ്മൾ മുന്നിട്ട് ഇറങ്ങുമ്പോൾ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയ അവരാണല്ലോ ഈ ദഅവത്തിൻ്റെ പ്രവർത്തനം ഇവിടെ നടത്തിയവർ. അവരിൽ അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതായ ചില വിശേഷതകൾ അത് നമുക്കും അത് ഉൾക്കൊള്ളാൻ കഴിയും. ഉദാഹരണമായിട്ട് നീയത്ത്, നല്ല നീയത്ത്. ദീനുമായുള്ള ഏത് സംരംഭങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ 3 നീയത്ത് നന്നാക്കണം. മറ്റൊന്ന് ഇഖ്ലാസോട് കൂടിയാവണം, അള്ളാഹുവിൻ്റെ വജൂഹിനെ മാത്രം ഉദ്ദേശിക്കുക, വേറെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആവരുത്. ഒരു നന്മ നമ്മളിതുണ്ടായി, അതൊരു ഭൗതികമായ ഒരു താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കണം, അതുകൊണ്ട് നമ്മളെ ഉദ്ദേശം ഭൗതികമായ താല്പര്യങ്ങളാണെങ്കിൽ സ്ഥാപനം ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അള്ളാഹുവിൻ്റെ അടുത്ത് മർദിയത്താവുന്ന ഒരു സ്വാലിഹത്താവുന്ന ആ അഅ്മാലുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു അമലായിട്ട് അതിനെ പരിഗണിക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമതൊന്ന് ഇഖ്ലാസ് നമുക്കുണ്ടാവണം. മറ്റൊന്ന് പിന്നെ സത്യസന്ധത ഇതിലാവശ്യമാണ്. മറ്റൊന്ന് വിശ്വസ്തത. ഈ 4 കാര്യങ്ങൾ അത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ വിശുദ്ധമായ ഈമാൻ അവതരിച്ചു കഴിഞ്ഞാൽ ആ ഈമാൻ വളരാൻ പറ്റിയ അവസ്ഥകൾ അവിടെ ഉണ്ടാക്കണം ഹൃദയത്തിൽ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അൽ ഈമാൻ യസീദു വ യൻഖുസ്, ഈമാൻ വളരും ചെയ്യും ചുരുങ്ങും ചെയ്യുന്ന. അപ്പം ഈമാനിനെ വളർത്തിയെടുത്ത് എല്ലാ നന്മകളും ഈ ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം, എന്നാലേ ആ നന്മകൾ സ്വീകരിക്കപ്പെടുള്ളൂ.